ഹലോ ഫ്രണ്ട്സ്, CEPM ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് CPM ആൻഡ് PERT. നമുക്ക് അതൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. ഏതൊരു പ്രൊജക്റ്റും എനി പ്രൊജക്റ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് എ നമ്പർ ഓഫ് ഇൻ്റർ-റിലേറ്റഡ് ആക്ടിവിറ്റീസ് with the use of limited resources, namely men, machines, materials, money and time. നമുക്ക് ഏതൊരു പ്രൊജക്റ്റും ലൈക്ക് ഒരു ഹൗസ് ആണെന്ന് വിചാരിക്കാം. ചെറിയ പ്രോജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഹൗസ് ആണെന്ന് വിചാരിക്കാം. ആ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഫ്രം ദി സ്റ്റാർട്ടിങ് സ്റ്റേജ്, അതിപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ മുതൽ ലാസ്റ്റ് ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് വരെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയണമെങ്കിൽ ഒരുപാട് ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസാണ്. ആ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതെല്ലാം കുറച്ച് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടാണ്. 4M ആണ് ആ റിസോഴ്സ്. 4M ആൻഡ് ടൈം. 4M എന്ന് പറഞ്ഞെങ്കിൽ 4 Mകൾ: മെൻ, മെഷീൻസ്, മെറ്റീരിയൽസ് ആൻഡ് മണി. ദീസ് 4M ആൻഡ് ടൈം ആണ് ലിമിറ്റഡ് റിസോഴ്സസ്. ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഈ ആക്ടിവിറ്റീസിൻ്റെ പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ് ഒരു പ്രൊജക്റ്റിനെ ഇത് ബെസ്റ്റ് പ്രൊജക്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇറ്റ് മേ ബി എക്സ്ട്രീംലി ലാർജ് ആൻഡ് കോംപ്ലക്സ്, സച്ച് എസ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസിംഗ്, എ ഹൈവേ, എ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതുപോലത്തെ വലിയ പ്രൊജക്റ്റുകളായിരിക്കാം. ഇതിലും വലിയ പ്രൊജക്റ്റുകളായിരിക്കാം. ഓർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകളല്ലാതെ അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളാവാം. It is required that managers must have a dynamic planning and scheduling system to produce the best possible results, and also to react immediately to the changing conditions and make necessary changes in the plan and schedule. നമുക്ക് കിട്ടിയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സിനെ നമുക്ക് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ഉപയോഗിക്കാം. അല്ലാതെ തോന്നിയ പോലെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ if you want to get the best possible results, we have to plan and schedule the system. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് CPM ആൻഡ് PERT. A convenient analytical and visual technique of PERT and CPM prove extremely valuable in assisting the managers in managing the project. So എന്താണ് PERT എന്നും എന്താണ് CPM എന്നും നോക്കാം. PERT stands for പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. പ്രൊജക്റ്റ് ഇവാലുവേഷൻ്റെ റിവ്യൂ ടെക്നിക്കിൻ്റെ ഷോർട്ട് ഫോമാണ് PERT എന്ന് പറയുന്നത്. ഇത് 1950s ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്, ഈ ഒരു ടെക്നിക്ക് ഉണ്ടാക്കിയത്. ഒരു പോളാരിസ് മിസൈൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ടെക്നിക്കിൻ്റെ സ്റ്റാർട്ടിങ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് CPM, which stands for ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, which was developed by DuPont company and applied first to the construction projects in the chemical industry. ഈ PERTും CPM എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയണമെങ്കിൽ 3 ഫേസുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പ്രൊജക്റ്റിന് 3 ഫേസുകളാണ് ഉള്ളത്. വൺ പ്ലാനിങ് ഫേസ്, ഷെഡ്യൂളിംഗ് ഫേസ് ആൻഡ് എ കൺട്രോളിംഗ് ഫേസ്. സോ പ്ലാനിങ് ഇൻവോൾവ്സ് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രൊജക്റ്റ്, ഐഡൻറ്റിഫൈയിങ് വേരിയസ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ആൻഡ് ഡിറ്റർമിനിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് റിസോഴ്സസ് സച്ച് എസ് മാൻ, മെറ്റീരിയൽസ്, മെഷീൻസ് എക്സെട്ര. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതാണ് പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയണമെങ്കിൽ. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈങ് ദ വേരിയസ് ആക്ടിവിറ്റീസ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു പ്രോജക്റ്റിനകത്ത് ഇൻവോൾവ് ആവുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അതിനകത്ത് ആവശ്യമായിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് പ്ലാനിങ് സ്റ്റേജിലാണ്. ദ കോസ്റ്റ് ആൻഡ് ടൈം ഫോർ ഓൾ ദ ആക്ടിവിറ്റീസ് ആർ എസ്റ്റിമേറ്റഡ് ആൻഡ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ഡെവലപ്ഡ് ഷോയിങ് സീക്വൻഷ്യൽ റിലേഷൻഷിപ്സ്, ദാറ്റ് ഈസ് predecessor and successor between various activities during the planning stage.
ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള കോസ്റ്റും അതിനാവശ്യമായിട്ടുള്ള ടൈമും എത്രയാണെന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആൻഡ് എ നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് ഡെവലപ്ഡ് ഷോയിങ് ദ സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ്. ഈ പേർട്ടിനകത്തും സി പി എമ്മിനകത്തു നിന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രൊജക്റ്റും എന്ന് പറയണമെങ്കിൽ കുറേ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ആ ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കും. ആ ഡയഗ്രാമാണ് നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഷോയിങ് ദ സീക്വൻഷ്യൽ റിലേഷൻഷിപ്സ്, പ്രൊഡ്യൂസറും സക്സസറും എന്താണെന്നുള്ളത് നമുക്ക് പറയാം, ബിറ്റ്വീൻ ദ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ പ്ലാനിങ് സ്റ്റേജ്. നെക്സ്റ്റ് ഈസ് ഷെഡ്യൂളിംഗ്. Based on the time estimates, the start and finish time for each activities are worked out by applying forward and backward pass techniques. Then critical path is identified along the slack and float for the non-critical paths. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെന്നിനെയും മെറ്റീരിയലിനെയൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിനും ആവശ്യമായിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ ടൈമും നമ്മൾ കണ്ടുപിടിച്ചു. ഷെഡ്യൂളിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ടൈമിനെല്ലാം അനുസരിച്ച് ഓരോ ആക്ടിവിറ്റിക്കും ഒരു സ്റ്റാർട്ടിങ് ടൈമും അതുപോലെ തന്നെ ഫിനിഷിംഗ് ടൈമും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ഫിനിഷ് ചെയ്യണം എന്നുള്ളത്. ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴാണോ ഒരു ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൽ ഓരോ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ അസൈൻ ചെയ്ത് വയ്ക്കും. അസൈൻ ചെയ്യുന്നതൊക്കെ ഷെഡ്യൂളിങ്ങിനകത്താണ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഫൈനൽ ആക്ടിവിറ്റി എത്തുന്നത് വരെ ഉള്ള ഡേറ്റുകൾ അല്ലെങ്കിൽ ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. സോ വിൽ ഗെറ്റ് ദ ഫിനിഷിംഗ് ടൈം ഓഫ് ദ പ്രൊജക്റ്റ് ആസ് വെൽ. ആൻഡ് നെക്സ്റ്റ് കൺട്രോളിങ് സ്റ്റേജ്. കൺട്രോളിങ് എന്ന് പറയണമെങ്കിൽ ഒരു റെഗുലർ പ്രോസസ്സാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പ്രോഗ്രസ് എഗെയിൻസ്റ്റ് ദ പ്ലാൻ. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയല്ലേ, അതിന് മുമ്പ് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ റിസോഴ്സസിനെല്ലാം അലോക്കേറ്റ് ചെയ്ത് ടൈമും ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വി ഹാവ് ടു അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ദ ആക്ച്വൽ പ്രോഗ്രസ് എഗെയിൻസ്റ്റ് ദ പ്ലാൻ. ചില സമയത്ത് റീലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് വേണ്ടി വരും. ക്രാഷിംഗ് ആൻഡ് റിവ്യൂ ഓഫ് പ്രോജക്ട്സ് വിത്ത് പീരിയോഡിക്കൽ റിപ്പോർട്ട്സും വേണ്ടി വരും. സാഹചര്യങ്ങൾ മാറി വരാം. ആ സമയത്ത് റിസോഴ്സസ് റീഅലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പ്രൊജക്റ്റ് കുറച്ച് സ്ലോ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടാവും. അത്ര ഫാസ്റ്റായിട്ട് പോകേണ്ടി വരില്ല, ചിലപ്പോൾ പെട്ടെന്ന് തീർക്കേണ്ടി വരും. അതിനനുസരിച്ച് റിസോഴ്സസൊക്കെ റീഅലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് കൺട്രോളിങ്ങിന് അകത്താണ്. സോ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയാണ് പറയുന്നത്. താങ്ക് യു.